ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നേരിട്ടത് കനത്ത തിരിച്ചടിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ കൃത്യമായി നൽകാൻ കഴിഞ്ഞില്ല. തോൽവിയിൽ സമഗ്ര പരിശോധന നടത്തിയെന്നും സംസ്ഥാന സെക്രട്ടറി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. വിവരങ്ങളുമായി വിനീഷ് ചേരുകയാണ്. വിനീഷ്, CPM സംസ്ഥാന സെക്രട്ടറി ഏറ്റവും അവസാനം ഇപ്പോൾ പരാജയം തുറന്ന് സമ്മതിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് 2020 എന്നൊക്കെ പറഞ്ഞ സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ സെക്രട്ടറി എല്ലാം സമ്മതിക്കുകയാണോ വിനീഷ്? സെക്രട്ടറി MV ഗോവിന്ദന്റെ വാക്കുകൾ, അത് താൻ പരാജയം, തൻ്റെ പാർട്ടിയും താനും പരാജയം ഏറ്റുപറയുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം എന്ന് തന്നെയാണ്, മാധ്യമങ്ങളോടുള്ള പ്രതികരണം എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് BJP കേരളത്തിൽ ഒരു അക്കൗണ്ട് തുടർന്നതാണ് വലിയ അപകടകരമായ കാര്യം എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാക്കുകൾ. ഒപ്പം തന്നെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ വലിയ രീതിയിൽ സംസ്ഥാന സർക്കാർ പിന്നോക്കം പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് പ്രത്യേകിച്ച് കേന്ദ്രം ഫണ്ട് നൽകാത്തതിനാണ് എന്ന തരത്തിലുള്ള എല്ലാ തവണത്തെയും വാദവും CPM സംസ്ഥാന സെക്രട്ടറിയും ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായിരുന്നാലും ഈ ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെയുള്ള കഴിയാത്തതും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഇത്രയും തരം താഴ്ന്ന തരത്തിലേക്ക് നീങ്ങിയതും ജനങ്ങൾക്ക് ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കാനുള്ള ഒരു കാരണമായി മാറിയെന്ന് പാർട്ടി നേതൃത്വം തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് നമുക്ക് വ്യക്തമാക്കുന്നത്. എന്തായിരുന്നാലും വലിയ രീതിയിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഈ പരാജയം തുറന്നു പറയുന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹം വാക്കുകളിലൂടെ ഈ മാധ്യമപ്രവർത്തകരോട് വിശദീകരിച്ചത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയേണ്ടത് SNDPക്കെതിരെയുള്ള ആക്ഷേപങ്ങളായിരുന്നു. പ്രത്യേകിച്ച് RSS പോലുള്ള സംഘടനകളുടെ സംഘപരിവാർ ശക്തികളുടെ ഇടകളിലേക്ക് വിവിധ ജാതി സംഘടനകളുടെ പ്രവർത്തനങ്ങൾ നടന്നു. അത് RSSന്റെ സ്വാധീനം കൊണ്ട് വോട്ട് വലിയ രീതിയിൽ BJPയിലേക്ക് മാറുന്ന സാഹചര്യമുണ്ടായി എന്നും CPM സംസ്ഥാന സെക്രട്ടറി പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായിരുന്നാലും BJPയുടെ വിജയമാണ്, അത് അപകടകരം എന്ന ഒരു നിലപാടിലേക്കാണ് CPM സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ദേശീയ തലത്തിലുള്ള ND മുന്നണി സഖ്യം അത് വലിയ രീതിയിൽ വിജയം കൈവരിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് BJP വിരുദ്ധ നിലപാട് തന്നെയാണ് CPMന് സ്വീകരിച്ചിരുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ അല്ല, രാജ്യത്തുടനീളം ദേശീയ തലത്തിൽ BJPയെ താഴെ ഇറക്കുക എന്ന ലക്ഷ്യം, BJP സർക്കാരിനെ താഴെ എത്തിക്കുക എന്ന ലക്ഷ്യമായിരുന്നു CPMനുള്ളത്. ആ ലക്ഷ്യം ഒരുവിധമെങ്കിലും ഇന്ത്യ സഖ്യത്തിലൂടെ മുന്നോട്ട് കണ്ടു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായിരുന്നാലും നിലവിലെ CPMന്റെ കേരളത്തിലെ പരാജയം അത് ദയനീയമായിരുന്നു എന്ന് തന്നെയാണ് ഇന്നത്തെ CPM സംസ്ഥാന സമിതിയിലും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഉണ്ടായ വാദം. അത് തന്നെയാണ്, അത് ശരിവെക്കുന്ന തരത്തിലായിരുന്നു MV ഗോവിന്ദന്റെ വാക്കുകൾ. ഒപ്പം എടുത്തു പറയേണ്ടത് മുഖ്യമന്ത്രിയുടെ ശൈലി സംബന്ധിച്ചുള്ള ചോദ്യങ്ങളും മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയ ശൈലിയല്ല, ആ ശൈലി തന്നെ മുഖ്യമന്ത്രി തുടരും എന്ന ഒരു നിലപാടായിരുന്നു MV ഗോവിന്ദൻ അവസാനം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു നിർത്തിയത്. വിനോദ്, തീർച്ചയായും ഏറ്റവും അവസാനം CPM സംസ്ഥാന സെക്രട്ടറി ഈ പരാജയങ്ങൾ തുറന്ന് സമ്മതിക്കുകയാണ്. പരാജയങ്ങൾ സമ്മതിക്കുമ്പോഴും BJPയുടെ വിജയം അപകടമെന്നാണ് സംസ്ഥാന സെക്രട്ടറിയുടെ വ്യാഖ്യാനം. വിവരങ്ങൾ നൽകുകയായിരുന്നു വിനീഷ്.